ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ശമ്പളവും സംരക്ഷണവും ഉറപ്പുവരുത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് തിരുവനന്തപുരത്ത് അതിശക്തമായ ഒരു സമരം നഴ്സുമാരുടെ നേതൃത്വത്തിൽ നടന്നു. കേരളത്തിലെ നഴ്സുമാർക്ക് പ്രൈവറ്റ് മേഖലയിൽ ലഭിക്കുന്ന സാലറി വളരെ കുറവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബംഗാളിക്ക് ലഭിക്കുന്ന സാലറി പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ബംഗാളിക്ക് ദിവസം 1200 രൂപ ഇവിടെ മേശരിപ്പണിക്ക് കിട്ടുന്നു. അത് ഒരു അൺസ്കിൽഡ് ജോബാണ്. അപ്പം അതോടൊപ്പം തന്നെ സ്കിൽഡ് ജോബായിട്ടുള്ള നഴ്സിംഗ് പോലെ ഒരു കോഴ്സ് ഒരു കുട്ടി പ്രീ ഡിഗ്രി കഴിഞ്ഞ്, അതും സയൻസ് ഗ്രൂപ്പ് എടുത്ത ഒരു കുട്ടി പഠിച്ച് 11 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഫീസും ഫുഡും അക്കോമഡേഷനും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് കേരളത്തിന് വെളിയിലുമാകുന്നുണ്ട്. അത്തരത്തിൽ പൈസ ചെലവഴിച്ച് കുട്ടികൾ പഠിച്ച് നഴ്സിംഗ് സർട്ടിഫിക്കറ്റും മേടിച്ച് കേരളത്തിൽ ജോലിക്ക് വരുമ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ലഭിക്കുന്നത് ഒരു മാസം 15,000 രൂപ മാത്രമാണ്. കഴിഞ്ഞ തവണ അവർ UN നേതൃത്വത്തിൽ സമരം ചെയ്തു. ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ സമരത്തിന്റെ ഫലമായി അവർക്ക് 40,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പേപ്പറിൽ മാത്രം കാണിച്ചു. കാരണം എന്താണ്? വിദേശത്തേക്ക് പോകുന്നതിന് ഇവിടെ നഴ്സസിന് എക്സ്പീരിയൻസ് വേണം. ഈ എക്സ്പീരിയൻസ് അവർക്ക് ഇവിടുന്ന് കിട്ടും. ആ എക്സ്പീരിയൻസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ എക്സ്പീരിയൻസിനെയാണ് മുതലാക്കുന്നത്. അവർ എത്തരത്തിലാണ് ഇത് മുതലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ 2, 3, 4 വർഷത്തേക്കൊക്കെ എക്സ്പീരിയൻസ് വേണ്ടി വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ച് 2 വർഷത്തേക്ക് കഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്നു. നൈറ്റ് ഡ്യൂട്ടികൾ, ഒരു മാടിനെ പണി ചെയ്യിപ്പിക്കുന്നതിനോട്ട് പണി ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളം തുച്ഛമാണ്. അപ്പോൾ ശമ്പളം എഴുതി കാണിക്കുന്നത് വലിയൊരു എമൗണ്ടും പക്ഷെ അവരുടെ കയ്യിൽ കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസയുമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന സർവീസ് നമുക്കറിയാം. ഓരോ നഴ്സസിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറേക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത്, ഡോക്ടർ വരുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, എന്തോ മരുന്ന് കുറിക്കുന്നു, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ. അവർ ഡോക്ടേഴ്സ് കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് നഴ്സസിന്റെ സർവീസ് ആണ് ഏറ്റവും വലുത്. നമുക്ക് മെഡിസിൻ എടുത്തു തരുന്നതായാലും ഇഞ്ചക്ഷൻ എടുപ്പായാലും ICUയിലായാലും ഈ നഴ്സുമാരുടെ സർവീസ് എന്ന് പറയുന്ന വളരെ വലിയ സർവീസാണ്. ആ സ്ഥലത്താണ് അവർ സമരത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനം കൃത്യമായി കിട്ടണം. അവരുടെ വേതനം 40,000 രൂപ അവർ ചോദിക്കുന്നുള്ളൂ. ദിവസം ഒരു 1,500 രൂപ ഇല്ല. അപ്പൊ ഇത്രയും വിദ്യാഭ്യാസം ചെയ്ത് അവരുടെ ഫീസായിട്ട് വന്ന 11 ലക്ഷം രൂപയിൽ പുറത്തുള്ള ഫീസും അക്കോമഡേഷനും ഒക്കെ അവർക്ക് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള തുകയുടെ പലിശ അടയ്ക്കാൻ പോലും മാസം പൈസ കിട്ടുന്നില്ല എങ്കിൽ കേരളത്തിൽ എത്തരത്തിൽ അവർക്ക് നിൽക്കാൻ പറ്റും? ആ നഴ്സസിനും കേരളത്തിൽ സർവീസ് ചെയ്യണമെന്നും കേരളത്തിൽ മാതാപിതാക്കളോടൊപ്പം ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തിരിച്ചവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഈ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ. ഇതൊരു വെർസറ്റൈൽ ആയിട്ടുള്ള ജോബല്ല, മറിച്ച് അവർ ഒരു ജോബ് തന്നെ. അവർക്ക് അതിനകത്ത് വേറൊരു ജോലി മാറി പോയി അവിടെ ഡോക്ടർ ആവാൻ പറ്റുന്ന ജോലിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൃത്യമായ ജോബാണ്, ഇതൊരു സർവീസാണ്. സർവീസ് മൈൻഡിലൂടെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ സർവീസ് മേഖലകളിലും വലിയ പൈസ കിട്ടുമ്പോൾ ഈ സർവീസിന് മാത്രം അധ്യാപകർക്ക് കൊടുക്കുന്ന സാലറി നമ്മൾ ചിന്തിച്ചോളാം. അതിനേക്കാൾ വലിയ സർവീസ് അല്ലേ അവർ ചെയ്യുന്നത്? ഇത് വളരെ വലിയ, നമുക്കറിയാം, ഒരാളെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കേസല്ല. വീടുകളിൽ പോലും ഇന്ന് ഹോം നേഴ്സായി നിൽക്കുന്നവർക്ക് 10,000 30,000 രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോഴും ഹോസ്പിറ്റൽ ഇവരെ കൊള്ളയടിക്കുന്നതിനകത്ത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. സ്റ്റാർ ഹെൽത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ, സ്റ്റാർ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇന്ന് വലിയ കാശുകാർക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് ലഭിക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അതിന്റെ പ്രീമിയം ഒക്കെ വളരെ വലുതായി മാറി. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്താണ് ഇന്ന് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് UN മീറ്റിംഗ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തല സംസാരിക്കുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ നഴ്സസിന് ആവശ്യമായ രീതിയിലുള്ള മിനിമം വേതനവും 40,000 രൂപ, അത് കർക്കശമായി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇത്തരത്തിൽ നമ്മൾ സമരവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയതാണ്. എന്നാൽ ഇരു ഗവൺമെന്റ് വരുമ്പോൾ
ഈ ഗവൺമെന്റ് മാറി അടുത്തൊരു ഗവൺമെന്റ് കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന ഇവരുടെ ഇത്രയും കഠിനമായ ജോലിയും ആ ജോലിക്ക് അനുസൃതമായ സാലറി ലഭിക്കുകയും ഇവർക്ക് കേരളത്തിൽ നിൽക്കുവാൻ, കേരളത്തിൽ ജോലി ചെയ്യുവാൻ, ഇന്ത്യയിൽ ജോലി ചെയ്യുവാൻ ആവശ്യമായ ശമ്പളം ലഭിക്കത്തക്ക രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. വലിയ കരഘോഷത്തോടെയാണ് ആൾക്കാർ അത് സ്വീകരിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, വരാൻ പോകുന്ന ഗവൺമെന്റ്, അടുത്ത ഗവൺമെന്റ് UDF-ന്റെ ഗവൺമെന്റ് ആണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കൃത്യമായി ഈ നഴ്സസിനെല്ലാം ഒരാശ്രയമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഈ സമരം വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധമായി മാറി, അത് ഗവൺമെന്റിനൊരു താക്കീതായി മാറി എന്നുള്ളതിനകത്ത് യാതൊരു